നമസ്കാരം. അയ്യോ, ഒരു അനക്കല്ല. ഫുഡൊക്കെ അടിച്ച് ഉറക്കം വന്നിരിക്കണോ? ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഇപ്പൊ സെറ്റായി. അപ്പൊ പേരൻസും കുട്ടികളും ഉള്ള ഒരു ക്രൗഡാണല്ലേ? നിങ്ങളൊരു മെജോറിറ്റിയും പ്രവാസികളാണ് ആണോ? റെസ്പോണ്ട് ചെയ്യോ? ഇങ്ങോട്ടൊന്ന് റെസ്പോണ്ട് ചെയ്യുന്നാലല്ലേ നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. കൂടുതലും പ്രവാസികളാണ്. അപ്പൊ നമ്മൾ ഇന്നൊരു വലിയ സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ സംസാരം എന്നുള്ളത് നമുക്കൊരു ഇന്ററാക്ഷൻ പോലെ പോവാട്ടോ. ഓക്കെ, ഞാൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടൊരു പേരന്റിങ് എഡ്യൂക്കേറ്റർ ആയിട്ടും കോച്ചായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. ഞാൻ കൂടുതലും സംസാരിക്കാറുള്ളതും പലപ്പോഴും ചീത്ത കേൾക്കാറുള്ളതും ഒക്കെ ഞാൻ പേരന്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് പേരൻസിന്റെ സൈഡ് നമ്മൾ പറയുമ്പോൾ കുട്ടികൾ നമുക്ക് എഗ്നിസ്റ്റ് ആവും, കുട്ടികളുടെ സൈഡ് പറയുമ്പോൾ പേരൻസ് എഗ്നിസ്റ്റ് ആവും. അപ്പോൾ ബേസിക്കലി നമ്മളവിടെ ഒബ്സർവ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും കാണുന്ന വെച്ചാൽ കുട്ടികളും പേരൻസും രണ്ട് സൈഡിലാണ് എന്നുള്ളതാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പേരന്റിങ് ഭയങ്കര നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു പരിപാടിയല്ല എന്ന് തോന്നിയിട്ടുള്ള എത്ര പേരുണ്ട്? നമുക്ക് പേരന്റ് ആവുന്നത് വരെ നമ്മൾ വിചാരിച്ചതുപോലെ അല്ല ഈ പരിപാടി എന്നുള്ളത്. അത് ആദ്യത്തെ ഒരു 3 മാസം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? പ്രത്യേകിച്ച് അമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, ഇതിങ്ങനെയൊന്നല്ലടാ, ഞാനിങ്ങനെ നല്ല വിചാരിച്ചത് എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം സ്ലീപ്ലെസ് നൈറ്റ്സ് തൊട്ട് അങ്ങോട്ടേക്ക് തുടങ്ങുകയാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ലോകം ഒക്കെ മാറിയിട്ട് ഈ ഒരു ഒറ്റ ആളിലേക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. ആളുടെ സന്തോഷം, സങ്കടം, എവ്രിതിങ് നമ്മുടെ ലൈഫിനെ മാറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെ, ഒരു കുഞ്ഞ ആള് വന്നിട്ട് ഫുള്ള് നമ്മുടെ ലൈഫിന്റെ കൺട്രോൾ അങ്ങോട്ട് ടേക്ക് ഓവർ ചെയ്യും. അപ്പൊ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാം ഫുള്ള് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് നിൽക്കാന്ന് വിചാരിക്കും. അങ്ങനെ നിന്ന് നമ്മൾ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് പേരന്റിംഗ് എന്നൊന്ന് ഫിഗർ ഔട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇവർ മാറാൻ തുടങ്ങും അല്ലെ. അവർക്ക് പിന്നെ പ്രയോറിറ്റീസ് മാറി തുടങ്ങും, അവരുടെ നീഡ്സ് മാറി തുടങ്ങും. അപ്പൊ ആസ് പേരൻസ് നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയി തുടങ്ങും. അമ്മ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞാൽ മതി, എനിക്കെല്ലാം നിങ്ങളാണെന്ന് പറഞ്ഞിരുന്ന സ്പേസ് ചെയ്ത് ഇവർ കുറച്ചും കൂടെ അല്ല, ഫ്രണ്ട്സ് പറയുന്നതാണ് ശരി, ടീച്ചേഴ്സ് പറയുന്നതാണ് ശരി, സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ പറയുന്നതാണ് ശരി എന്നുള്ള തരത്തിൽ അവർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് പലപ്പോഴും അക്സെപ്റ്റൻസ് പ്രശ്നങ്ങൾ വരും. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു ടേം ഉണ്ടല്ലോ, നമ്മൾ ഫെമിനിസം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഫെമിനിസം പോട്ടെ ഇക്വാലിറ്റി വരട്ടെ എന്നുള്ളത്. ആക്ച്വലി ഇക്വാലിറ്റിക്ക് പറയുന്ന വേറൊരു വേർഡായിരുന്നു ഫെമിനിസം. പക്ഷെ ആ ഫെമിനിൻ എന്നുള്ള സാധനം അവിടെ വന്നുകൊണ്ട് ഇത് സ്ത്രീകൾക്ക് അനുകൂലമായ എന്തൊരു സംഭവമാണെന്ന് നമ്മൾ വിചാരിച്ചതുപോലെ ഒരു പ്രശ്നമുള്ളൊരു വാക്കാണ് ജെന്റിൽ പേരന്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പേരന്റിംഗ് റിലേറ്റഡ് കാര്യം പറയുമ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിൻ്റെ താഴെ വന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ ജെന്റിൽ പേരന്റിംഗ് ആണ് കുട്ടികളെ നശിപ്പിക്കുന്നത്. അത് ആക്ച്വലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജെന്റിൽ പേരന്റിംഗ് അല്ല. ജെന്റിൽ പേരന്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു മെജോറിറ്റി ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കുട്ടികളുടെ ഇഷ്ടത്തിനെല്ലാം അങ്ങോട്ട് വിട്ടുകൊടുക്കുക, കുട്ടികൾ പറയുന്നത് പോലെ ജീവിക്കാം, പറയുന്നതൊക്കെ അപ്പം തന്നെ മേടിച്ചു കൊടുക്കുക, വഴക്ക് പറയാതിരിക്കുക, ഒരു ബൗണ്ടറി ഇല്ലാതെ കുട്ടികൾ പറയുന്നത് പോലെ ജീവിക്കുന്ന ആ പ്രോസസ്സിനാണ്. വഴക്ക് പറയില്ല, വേണമെന്നോ വേണ്ടെന്നൊന്നും പറയില്ല, അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിടുന്ന പരിപാടിയാണ് ജെന്റിൽ പേരന്റിങ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ അഹങ്കാരികളായി മാറുന്നത്, അഗ്രസീവായി മാറുന്നത്, മൂത്തവരെ ബഹുമാനം ഇല്ലാതാവുന്നത് എന്നൊക്കെയാണ് വിചാരിച്ചിട്ടാണ് നമ്മൾ ജെന്റിൽ പേരന്റിങ് ആണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി ആ വേർഡിൽ ഇച്ചിരി ജെന്റിൽ എന്നുള്ളത് കൊണ്ട് ഈ ജെന്റിൽ പേരന്റിങ് അങ്ങനത്തെ ഒരു പരിപാടിയല്ല. നമ്മൾ കൃത്യമായിട്ട് ബൗണ്ടറീസ് ഒക്കെ വെച്ച് കുട്ടികളെ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഉള്ളൊരു പേരന്റിങ് മെത്തേഡാണ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മളിന്ന് കൂടുതൽ ജെന്റൽ പേരന്റിങ്ങിനെ കുറിച്ചൊന്നല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ കുട്ടികളോട് ആദ്യം ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്നുള്ള ഡയലോഗ് വീട്ടിൽ കേട്ടിട്ടുള്ള ആൾക്കാരൊന്ന് കൈപൊക്കോ? ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് നിങ്ങളൊക്കെ കേട്ടത്. ഞാൻ കുട്ടികളോടായിരുന്നു ആദ്യം ചോദിച്ചത്, പക്ഷെ പേരൻസും കൈപൊക്കുന്നുണ്ട്. ഇത് വീട്ടിൽ സ്ഥിരം കേൾക്കുന്ന ഒരു ഡയലോഗാ അല്ലേ? ഓക്കെ, ഇനി കുട്ടികളോട് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഈ അച്ഛനും അമ്മയ്ക്കും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പറയാതിരിക്കുന്ന കാര്യങ്ങളില്ലേ? They won't get it എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഞങ്ങളുടെ വേൾഡിൽ നടക്കുന്ന പല കാര്യങ്ങളും they won't get it. കൈവക്കാൻ സമ്മതിക്കണില്ല. അവിടെ ചിലർക്ക് കൈവക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇങ്ങനെ ഉമ്മാരൊക്കെ അടുത്തിരുന്നിട്ട് കണ്ടുരുട്ടാ വേണ്ടാട്ടോ. ഓക്കെ,
ഇനി പേരൻസിനോടാണ്, നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഈ കുട്ടി എന്ത് ഭാഷയാ പറയുന്നതെന്ന് തന്നെ നമുക്ക് കണക്ട് ആവുന്നില്ല എന്ന് തോന്നാറുണ്ടോ? കുട്ടികളുടെ സ്ലാങ്, അവരുപയോഗിക്കുന്ന രീതി, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നൊന്നും പലപ്പോഴും അല്ലെ വി വോണ്ട് അണ്ടർസ്റ്റാൻഡ്, ഇത് എന്ത് ഭാഷ ഈ പറയുന്നതെന്ന് തന്നെ നമുക്ക് തോന്നാറില്ലേ? അല്ലേ? പ്രശ്നമൊന്നുമില്ല, പിള്ളേര് പ്രശ്നമായിട്ടല്ല. നമ്മൾ 2 ജനറേഷൻ നമ്മൾ വളർന്നു വന്ന ലോകങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു, അല്ലേ? ഡു യു എഗ്രി? അല്ലെ? നമ്മൾ ഇപ്പം ഇവിടെ ഇരിക്കുന്നതിൽ ഒരു മെജോറിറ്റി മില്ലേനിയൽ പേരൻസ് ആയിരിക്കും. ഞാനൊക്കെ ഒരു മില്ലേനിയൽ പേരൻ്റ് ആണ്. മില്ലേനിയൽസ് ജീവിച്ചൊരു ലോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻറ്റ് ലോകമായിരുന്നു, അല്ലേ? നമുക്കൊരു സാധനം കിട്ടണമെങ്കിൽ നമ്മൾ എന്തോരം കഷ്ടപ്പെടണമായിരുന്നു, അല്ലേ? നമുക്ക് എന്തിന് ഈ സാധനം വേണം എന്നുള്ളത് ആദ്യം ബോധിപ്പിക്കണം, എന്നിട്ട് കുടുംബ ബഡ്ജറ്റിൽ അത് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി കിട്ടണം. അപ്പോൾ പേരൻസ് കണ്ടീഷൻസ് വെക്കും, നീ അതൊന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് മേടിച്ചിട്ട് ഓണം പരീക്ഷയ്ക്ക് ഇത്രയും സ്കോർ ചെയ്താൽ എന്നിട്ട് മേടിച്ചു തരുമോ, അല്ലേ? ചില പേരൻസ് മേടിച്ച് തന്നാലായി. അപ്പോൾ നമുക്കൊരു ഡ്രസ്സ് ആയിക്കോട്ടെ, പുതിയൊരു ചെരുപ്പായിക്കോട്ടെ, കൊണ്ട് കളഞ്ഞ കുടയ്ക്ക് പകരം ഒരു കുട ആയിക്കോട്ടെ, നമ്മളിലൊരു മെജോറിറ്റി അങ്ങനെ ജീവിച്ചതല്ലേ. ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഇതിലൊരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കിട്ടുക എന്ന് പറയുന്നത് അതിൻ്റെ പുറകിലുള്ള അധ്വാനം ഭയങ്കര മാറ്ററായിട്ട്, അല്ലെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടു വളർന്ന ഒരു ജനറേഷനാണ് പൊതുവെ മില്ലേനിയൽസ്. നമ്മുടെ കുട്ടികളോ, നമ്മളിപ്പോൾ ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ എന്ന് പറയുന്ന കുട്ടികളോ, നമുക്കുണ്ടായ കഷ്ടപ്പാട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, പറയുമ്പോൾ നമ്മൾ അപ്പം മേടിച്ചു കൊടുക്കും, അവരെങ്കിലും സന്തോഷിക്കട്ടെ, നമുക്കോ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കും. പക്ഷെ ആ കൂട്ടത്തിൽ നമ്മൾ ചെയ്ത പിള്ളേരോട് ചെയ്തൊരു ദ്രോഹമുണ്ട്. ഒരു സാധനം കിട്ടാൻ വേണ്ട ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ഒരു എഫേർട്ട് ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മിനിമം വെയിറ്റിംഗ് ഉണ്ട്. ഇത് വെയിറ്റ് ചെയ്യാൻ പോലും നമ്മൾ ഇവരെ സമ്മതിക്കില്ല. കുഞ്ഞിലേ തൊട്ട് അവർ പറയുമ്പോൾ നമ്മൾ ഒരു കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ബിക്കോസ് എന്താ, നമുക്ക് ആ ഒരു ബൈയിങ് കപ്പാസിറ്റി ഉണ്ട്. വിചാരിക്കുമ്പോൾ സാധനങ്ങൾ കയ്യിലെത്തിക്കാൻ നമ്മളിൽ പലർക്കും പറ്റുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ ഇമോഷൻസും നമ്മൾ കുറച്ചുകൂടെ വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് മേടിച്ച് ഇവരെ ഗ്രാറ്റിഫൈ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് എന്താ പറ്റിയേ, അവർക്ക് പലപ്പോഴും വെയിറ്റ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാറില്ല. അല്ലെങ്കിൽ എന്തിനാണ് ഞാനൊരു സാധനത്തിന് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്യണം? കാരണം അവരുടെ ബ്രെയിൻ വെയിറ്റ് ചെയ്യാൻ പലപ്പോഴും പഠിച്ചിട്ടില്ല. വളരെ പെട്ടെന്ന് നമ്മളെല്ലാം എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. കുട്ടികളുടെ കുഴപ്പമാണോ? അല്ല, അവർ വേറൊരു കാലഘട്ടത്തിൽ ജീവിച്ചപ്പോൾ അവർക്കെല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസിബിൾ ആയിരുന്നു. നമ്മളെങ്ങനെയാണ് കളിക്കാൻ പോയിരുന്നത്? നമുക്ക് മുറ്റത്തും പാടത്തും പറമ്പിലും മരത്തിന്റെ മുകളിലും കയറി കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? നമ്മൾ ഫിസിക്കലി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരം ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ദിവസം നോക്കി, അവധി ദിവസം നോക്കി എവിടെയെങ്കിലും കൊണ്ടുപോയാലാണ് കുട്ടികൾക്ക് അത്രയും ഫിസിക്കലി എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം കിട്ടുക, അല്ലെ? ഡേ ടു ഡേയിൽ അവരൊരു ചെറിയ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു വീടിന്റെ ഉള്ളിൽ മുറ്റത്തിറങ്ങി കളിക്കാൻ അവസരം കിട്ടുന്ന എത്ര കുട്ടികളുണ്ട്? അപ്പോൾ ഫിസിക്കലി ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ? നമ്മൾ നേച്ചറുമായിട്ട് ഇടപെടാൻ പഠിച്ചിട്ടുണ്ട്, റിസ്ക് അനലൈസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഒരു മരത്തിന്റെ മുകളിൽ കയറുമ്പോഴേ താഴെ വീഴാനുള്ള സാധ്യതകൾ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ബ്രെയിൻ റിസ്ക് അനലൈസ് ചെയ്യാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു പട്ടി വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്കറിയാം, അല്ലേ? പട്ടിയുടെ സ്പീഡും നമ്മുടെ സ്പീഡും കാൽക്കുലേറ്റ് ചെയ്ത്, പട്ടിയുടെ ലുക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കറിയാം ഇതിനെ എറിഞ്ഞാൽ ഇത് പോകുമോ, അതത് നമ്മളെ കൊണ്ടേ പോവുള്ളൂ എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒരു ഡേഞ്ചറിലേക്കുള്ള എക്സ്പോഷർ സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല. ബിക്കോസ് വി വർ വെരി പ്രൊട്ടക്റ്റീവ്. നമുക്കുണ്ടായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വളർത്തിയിട്ടുള്ളത്. അപ്പം എന്ത് പറ്റും എന്ന് വെച്ചിട്ട് നാളെ പിള്ളേരെ കൊണ്ടിട്ട് റോഡിൽ ഇറക്കി വിട്ടിട്ട് നീ എന്താന്ന് വെച്ചാൽ പോയി ചെയ്ത് റിസ്ക് ഫേസ് ചെയ്തിട്ട് വരാൻ നമുക്ക് പറയാനും പറ്റില്ല, അല്ലേ? നമ്മൾ ജീവിച്ച കാലത്തെ റിസ്ക് അല്ല ഇന്നത്തെ കാലത്തുള്ളത്. അപ്പോൾ അതിന് നമുക്ക് കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടി, ഒരു കാര്യം വളരെ കാത്തിരുന്ന് മാത്രം കിട്ടി, വളരെ എഫേർട്ട് എടുത്ത് മാത്രം കാര്യങ്ങൾ കിട്ടിയിരുന്ന ഒരു ജനറേഷനിൽ നിന്ന് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ കിട്ടുന്ന ഒരു ജനറേഷനിലേക്ക് വന്നു. എന്നാൽ ഇതുപോലെയുള്ള പല ഫിസിക്കൽ ആക്ടിവിറ്റീസിനും കളിക്കാനുള്ള സ്പേസുകളും ഒക്കെ കുറഞ്ഞ് നമ്മൾ അവരെ ഒരു തരത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ കുറച്ച് നമ്മളെപ്പോഴും പറയും, പെട്ടെന്ന് നമ്മളിപ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നതാണ് ADHD ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക, അല്ലേ? കുറച്ചൊരു പിരിപിരിപ്പുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ആക്റ്റീവ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ
അല്ലെ? സ്വാഭാവികമായിട്ടുള്ള അവർക്ക് ആ ഓടി നടക്കാനുള്ള ആ ഒരു പ്രവണതയെ പോലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അടക്കിയിരുത്തണം. സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെ ഇത്ര നേരം ഞാൻ ഈ സ്പീച്ചൊക്കെ കേട്ടുപിടിക്കണമെന്ന് ആലോചിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നുന്നത് ഒന്ന് എണീറ്റ് നടക്കാനോ ആരോടെങ്കിലും വർത്താനം പറയാനോ അല്ലെ ബോഡി ഒന്ന് മൂവ് ചെയ്യാൻ ഭയങ്കര ടെൻഡൻസി ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും പറയുന്നത് ഇരിക്കവിടെ, അവിടെ ഇരുന്ന് നീ ഇത് പഠിച്ചിട്ട് പോയാൽ മതി. അവർ രണ്ട് കാലഘട്ടത്തിൽ രണ്ട് തരത്തിൽ ജീവിച്ചു വളർന്ന മനുഷ്യരാണ് നമ്മൾ. നമ്മൾ ഈ കുട്ടികളെ എങ്ങോട്ടേക്ക് ഇനി വളർത്താൻ പോകുന്നത്? നമുക്കോ ഈ കുട്ടികൾക്കോ വലിയ ഐഡിയ ഇല്ലാത്തൊരു ലോകത്തേക്കാണ് നമ്മൾ ഇവരെ വളർത്താൻ പോകുന്നത്, അല്ലേ? നമുക്കറിയോ ഇനി കുറച്ചാൾ കഴിയുമ്പോഴേക്കും, ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും ഇവിടെ പറന്ന് നടക്കുന്ന കാറുകൾ വരുമായിരിക്കോ? ഇല്ല. പേരൻസ് പറയുന്നത് ഇല്ല എന്നാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഫുഡ് ഡെലിവറി എങ്കിലും പറന്ന് നടക്കുന്ന ഒരു കാലം വലിയ വിദൂരമല്ലാന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ? അല്ലെ? വേൾഡിന്റെ പല ഭാഗത്ത് അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പൊ നമ്മൾ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ നമ്മൾ ഓർഡർ ചെയ്യണമെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോഴേക്കും അതിങ്ങനെ പറന്ന് പോയിട്ട് ഡെലിവറി ചെയ്യുന്നൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാഴ്ചകളാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത്തരം ഒരു ലോകത്തിലേക്കാണ് ഇവർ പോകാൻ പോകുന്നത്. ഡ്രൈവർ ഇല്ലാത്ത കാറുകളൊക്കെ, അല്ലെ? നമ്മളിപ്പോൾ പറയും നമുക്ക് ഡ്രൈവിംഗ് ഭയങ്കര അറിഞ്ഞിരിക്കേണ്ട സ്കില്ലാണ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്ന ഒരു ജനറേഷനും പഠിപ്പിക്കുന്ന ഒരു ജനറേഷനാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ അതിന്റെ ആവശ്യം പോലും ഉണ്ടാവില്ല, അല്ലെ? ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങളുള്ള ഒരു ലോകത്തായിരിക്കും ചിലപ്പോൾ അവർ ജീവിക്കുക. അപ്പൊ നമ്മൾ ഇവരെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പോലും ആയിരിക്കില്ല, അല്ലെങ്കിൽ അതുമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ലോകത്ത് പോലും ആയിക്കൊള്ളുന്നില്ല നാളെ കുട്ടികൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന വലിയൊരു സംഭവം വരുന്നത്. നമ്മൾ നമ്മുടെ വാല്യൂസ് വെച്ചിട്ട് ഇവരോട് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ കുട്ടികൾ വേറെ തന്നെ ഒരു ലോകത്ത് വേറെ തന്നെ സാഹചര്യത്തിൽ ജീവിച്ച് വളർന്നത് കൊണ്ട് അവർക്ക് കണക്റ്റ് ആവില്ല. നമ്മൾ ഗോ ത്രൂ ചെയ്ത എക്സ്പീരിയൻസ് കൂടെ അല്ല അവർ പോയിട്ടുള്ളത്, അല്ലേ? അതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല ഇവരെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിക്കും. നമുക്ക് നമ്മുടെ പാഷൻ അനുസരിച്ച് ഒരു കരിയർ ചൂസ് ചെയ്യാൻ നമുക്കൊക്കെ പറ്റിയിട്ടുണ്ടോ? നമ്മൾ എത്ര പേർക്ക് പറ്റിയിട്ടുണ്ട്? അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നല്ലേ? അതല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. നമ്മളൊരു SLC ഒക്കെ പഠിക്കുന്ന പേരൻസിനോടാണ്. നമ്മളൊരു SLC എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ബോർഡ് എക്സാം എഴുതുന്ന സമയത്തൊക്കെ നമ്മൾ എത്ര പേർക്ക് പാഷൻ എന്നുള്ള വാക്കറിയായിരുന്നു? വളരെ കുറവാണ്. നമുക്ക് നമ്മുടെ പാഷൻ എന്താ, അല്ലേ? ജോലി കിട്ടാൻ എന്താണ് സാധ്യതയുള്ളത്, ആ ഒരു കോഴ്സിന് പോവാം എന്ന് വിചാരിച്ച് നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവണം എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളൊരു തലമുറയാണ് മില്ലേനിയൽസ്. അവരോടാണ് അവരുടെ കുട്ടികൾ വന്നിട്ട് പറയുന്നത് ഇതല്ല എൻ്റെ പാഷൻ, എനിക്ക് ഇങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഒരു ധാരണയില്ല, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. ഇവർക്ക് AI പോയിട്ട് ഇവർക്ക് അത് പഠിക്കണം എന്ന് പറയുന്നു, ഇവർക്ക് ബഹിരാകാശത്ത് പോണതിനെ കുറിച്ച് പഠിക്കണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ അവർക്ക് ആർട്ടാണ് അവരുടെ പാഷൻ എന്ന് പറയുന്നു. നമുക്ക് ഒരു പരിചയമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് കുട്ടികൾ സംസാരിക്കുമ്പോഴും നമുക്ക് ഈ പറയുന്ന ആശങ്കകൾ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പാവം ജനറേഷനാണ് നമ്മുടെ ജനറേഷൻ, അല്ലെ? മില്ലേനിയൽസിനെ നമ്മൾ സത്യം പറഞ്ഞ പാവം പേരൻസാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. നമുക്ക് എന്താ ചെയ്യണ്ടേന്നുള്ളത് പലപ്പോഴും അറിയണ്ടാവില്ല. കാരണം മുന്നത്തെ ജനറേഷൻ, അതായത് നമ്മുടെ പേരൻസ് ഉണ്ടല്ലോ, ഇപ്പൊ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കുന്ന ആൾക്കാര്, അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അവരെന്താ ചെയ്തിരുന്നത്? അവർക്ക് ജീവിത സാഹചര്യം കൊണ്ട് എളുപ്പമായിരുന്നു എന്നല്ല കേട്ടോ, അവർക്ക് പറഞ്ഞ കേൾപ്പിക്കാൻ എളുപ്പമായിരുന്നു. എങ്ങനെ അവർ പറഞ്ഞ കേൾപ്പിക്കാം? പറഞ്ഞ കേട്ടില്ലെങ്കിൽ അടിച്ച് തൊട പൊട്ടിക്കുന്ന പറയും. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പേരന്റ് പറഞ്ഞു, മറ്റേ കെട്ടിയിട്ട് അടിച്ചിട്ടുള്ള ഓർമ്മകൾ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ടെന്ന്. വീടിന്റെ മതിലൊക്കെ ഈ എന്താണ് അരപ്ലേസ് എന്നൊക്കെ പറയുന്നത്, ആ സാധനത്തിൽ ഇതിലൊക്കെ കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ട്, മരത്തിൽ കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ട്, ചട്ടുകൊക്കെ പഴുപ്പിച്ച് വെക്കുക എന്നൊക്കെ പറയുന്ന അന്നത്തെ കാലത്ത് അയ്യോ ഇത് എന്തൊരു അനീതിയാണെന്നൊന്നും ആരും ആലോചിച്ചില്ലായിരുന്നോ? കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ ആരെങ്കിലും? അതെന്തൊരു ഇത് നമ്മള് ഇതിൽ വിളിച്ചു പറയണം, ചൈൽഡ് അബ്യൂസ് നടന്നു എന്നുള്ളത് നമ്മൾ ഇൻഫോം ചെയ്യണം, ചൈൽഡ് ലൈനിൽ വിളിച്ചു പറയണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല നമ്മുടെ പേരൻസിനോട്, അല്ലേ? അവർക്ക് തോന്നിയ അസത്തിന് അവർ നമ്മളെ അടിച്ചിട്ടുണ്ട്, അല്ലെ? ചെവിക്ക് കിഴുക്കിയിട്ടുണ്ട്. അത് ഈവൻ അധ്യാപകരാണെങ്കിൽ എല്ലാവരും മറ്റേ നുള്ളി തൊലിയും എടുക്കുക എന്നൊക്കെ പറയുന്നത് വാസ് വെരി എന്താണ് സ്വാഭാവികമായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ചെയ്യുന്ന എത്ര പേരൻസ് ഉണ്ട്? കുറവല്ലേ? അയ്യോ കുറവല്ലേ? കുറവാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെ? ഇന്നിപ്പോ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നാറില്ല. നമ്മൾ കുറച്ചും കൂടെ ഒക്കെ എംപത്തറ്റിക് ആയിട്ട് കുട്ടികളോട് ഡീൽ ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് ഇടയ്ക്ക് കൺഫ്യൂഷൻ വരും, ഇങ്ങനെ തന്നെ ആണോ ഞാൻ ഡീൽ ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെ ഞാൻ സ്നേഹം കാണിച്ച് അവരെ പണിഷ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഞാൻ പേടിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ ചീത്തയായി പോകുമോ
എന്നുള്ള സംശയമുള്ള അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡാണ്, കുറേ കാലത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. പേടിപ്പിച്ചില്ലെങ്കിൽ വഷളായി പോവോ? എന്നാൽ ഇപ്പോഴത്തെ കുട്ടികളെ നമുക്ക് പേടിപ്പിക്കാനും പേടിയാണ്. പേടിപ്പിച്ച് കഴിഞ്ഞവർ എന്ത് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല അല്ലേ? വെരി അൺപ്രെഡിക്റ്റബിൾ ആണെന്ന് നമുക്ക് തോന്നും. നമുക്കൊക്കെ ഇത്ര ബുദ്ധി ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ പേടിപ്പിച്ച് കഴിഞ്ഞാലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാലും കുറച്ച് പേരൊക്കെ ബോംബെക്ക് പോകാമെന്ന് പറഞ്ഞ് വണ്ടി വിളിച്ച് പോകുമായിരുന്നു. ചിലരൊക്കെ മറ്റേ അവിടെ നമ്മുടെ ടൗണിൽ വരെ പോയിട്ട് അപ്പുറത്തെ വീട്ടിലെ മാമൻ കാണുമ്പോൾ കയറി പോടാ വീട്ടിലെന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോരുമായിരുന്നു. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ നാട് വിട്ടു പോക്കൊക്കെ. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇവരെന്ത് ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുറച്ച് നാൾ മുന്നേ കാണാൻ വന്ന ഒരു പേരന്റ് പറഞ്ഞു, 16 വയസ്സുള്ളപ്പോ എൻ്റെ അപ്പൻ എന്നെ അടിച്ചു. അപ്പൊ ഞാൻ അടിച്ചപ്പോ എന്ത് ചെയ്തു? അടിച്ചപ്പോ ഞാൻ എൻ്റെ വീടിന്റെ പുറകിലുള്ള കലിങ്കിൽ പോയിരുന്നിട്ട് ബീഡി വലിച്ചു എന്ന് പറഞ്ഞു. അപ്പനോടുള്ള വാശിക്കല്ലത്, ബീഡി വലിക്കാനുള്ള ഇഷ്ടം കൊണ്ടല്ല. പക്ഷെ അപ്പൊ എനിക്ക് അപ്പനെ തോപ്പിച്ച് ഒന്നൊരു തോന്നൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ വീടിന്റെ അപ്പുറത്തുള്ള കല്ലിങ്കിൽ പോയിരുന്നിട്ടൊരു ബീഡി വലിച്ചു. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് ഞാൻ നശിച്ചു പോയില്ലല്ലോ. അപ്പൊ ഞാൻ പിന്നെ ബീഡി വലിയാൻ നിർത്തി, പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പൻ എന്നെ അടിച്ചത് നന്നായി എന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പുള്ളി പറഞ്ഞു വരുന്നത് വെച്ചാൽ പുള്ളിക്ക് പുള്ളിയുടെ മോനിട്ടൊരു അടി കൊടുത്താലും വലിയ പ്രശ്നമില്ല എന്നുള്ളതിലേക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു. പക്ഷെ പ്രോബ്ലം എന്താണെന്നറിയോ? ഇവര് പോയിരിക്കുന്നത് കലിങ്കിലാവില്ല. ഒന്നാമത് അവർക്ക് പോയിരിക്കാൻ മാത്രം കലിങ്കില്ല, അത് വേറെ കാര്യം. പക്ഷെ അല്ലെ, കലിങ്കെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല, ഇവിടെ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും പോയി ഇരിക്കുകയല്ല ഉണ്ടാവുക. പണ്ട് ഇവർ ബീഡിയാണ് വലിച്ചതെങ്കിൽ ഇന്ന് അവർക്ക് ആക്സസ് ചെയ്യാൻ കിട്ടുന്നത് അതായിരിക്കും അല്ലേ? അതായത് നമ്മൾ അത്ര സേഫ് ആയിട്ടുള്ളൊരു ലോകത്തുമല്ല കുട്ടികളെ വളർത്തുന്നത്. അവരുടെ ഒരു സൈബർ സ്പേസ്, അവിടെ അവരെന്താ ചെയ്യുന്നതെന്നുള്ളത് പലപ്പോഴും നമുക്ക് അൺനോണാണ്, നമുക്കറിയില്ല. നമ്മളാണോ നമ്മുടെ കുട്ടികളാണോ ഇന്റർനെറ്റ് ഹാൻഡിൽ ചെയ്യാൻ എടുക്കരുത്? ഒബ്വിയസ്ലി കുട്ടികളാണല്ലേ. ഒരു ഫോൺ മേടിച്ചോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയം വേണം അവർക്ക് അതിനകത്ത് എല്ലാ സംഭവങ്ങളും പഠിച്ചെടുക്കാൻ അല്ലെ? അതിപ്പോ 4-5 വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ കൊടുത്തു നോക്കൂ, അവർ ഭയങ്കര ടെക്കീസാണ്, അവർ ഭയങ്കര ഈസി ആയിട്ട് എല്ലാം പഠിച്ചെടുക്കും. നമ്മൾ കൺഫ്യൂസ്ഡ് ജനറേഷനാണ്. അപ്പൊ നമുക്ക് എന്ത് പറ്റും? നമ്മളെ കുട്ടികളെ കോൺസ്റ്റന്റ് ആയിട്ട് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമുക്ക് ഇവർക്ക് 2 തരത്തിൽ നമുക്കുള്ള ട്രീറ്റ് ചെയ്യാൻ തോന്നും. നമുക്ക് ഇവരെ പേടിപ്പിച്ച് നമ്മുടെ പറഞ്ഞ വഴിക്ക് കൊണ്ടുവരാം എന്ന് തോന്നും. പക്ഷെ ഈ വഴി ഏതാന്നുള്ള കാര്യത്തിൽ നമുക്ക് തന്നെ വലിയ നിശ്ചയമില്ല എന്നുള്ളതാണ് ഒരു സത്യം. എങ്ങോട്ടാ പോവട്ടെ എന്നുള്ളത്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവോ എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയുന്ന വഴിക്ക് വിടാന്ന് വെക്കാം, അപ്പോഴും പ്രശ്നമാണ്. അവരുടെയും ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. എപ്പോഴാണ് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ എപ്പോഴാണ് ഫുള്ളി ഫങ്ഷനിങ് ആവുന്നത്? ക്വിസിനൊക്കെ വളരെ ചാടി ഉത്തരം പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. പറയൂ, എപ്പോഴാണ് നമ്മുടെ ഒരു മനുഷ്യന്റെ ലോജിക്കൽ ബ്രെയിൻ ഫുള്ളി ഫങ്ഷനിങ് ആവുന്നത്, ഫുള്ളി മാച്ചുവർ ആവുന്നത്? ഏത് പ്രായത്തിലാ? പറ. അഞ്ച് വയസ്സ് ആണോ? 12 to 13 ആണോ? 25. അടിപൊളി. അത്രയൊക്കെ ആവുമോ? 24 to 25 അല്ലെങ്കിൽ 23 to 25 ആ ഒരു സമയത്താണ് നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ ഫുള്ളി ഫങ്ഷനിങ് ആവുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ 24 വയസ്സ് കഴിഞ്ഞ എത്ര പേരുണ്ട് പേരൻസ് അല്ലാണ്ട്? അപ്പൊ നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ ഒക്കെ ഫുള്ളി ഫങ്ഷനിങ് ആവണമെങ്കിൽ അത്രയും സമയം എടുക്കും എന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമല്ലേ? മിക്കവാറും 24 വയസ്സിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ പഠിക്കേണ്ടത് എന്താന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? പഠിക്കേണ്ട കോഴ്സ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരുപാട് പേര് പാർട്ട്ണറിനെ, ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ആളെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. മേജർ ആയിട്ടുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പല ലൈഫ് ഡിസിഷൻസും നമ്മൾ 24 വയസ്സിനുള്ളിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അതായത് അതുവരെയുള്ള ഏജ് വളരെ ക്രൂഷ്യൽ ആണ്. പക്ഷെ ആ ഏജ് വരെ നമ്മൾ ഭയങ്കര ഫുള്ളി എക്യുപ്ഡ് ആയിട്ടൊന്നും അല്ല നമ്മൾ ആ സ്പേസിലേക്ക് എത്തുന്നത്. അപ്പൊ അതാണ് ഇത് കുറച്ച് കോംപ്ലക്സ് ആക്കുന്നത്. നമ്മൾ ഈ അഡോളസെന്റ് ബ്രെയിൻ എന്നൊക്കെ പറയില്ലേ, ടീനേജ് ബ്രെയിൻ. എന്തുകൊണ്ടാണ് പേരൻസ് പറയും, എന്തുകൊണ്ടാണ് ഈ കുട്ടികളുടെ ടീനേജ് ബ്രെയിൻ ഭയങ്കര ഇമ്പൾസീവ് ആവുന്നത് അല്ലെ? നമുക്ക് വളരെ അനുസരണയുള്ള കുട്ടി, ഇപ്പൊ പേരൻസ് നോക്കുകയാണെങ്കിൽ നല്ല കുട്ടിയായിരുന്നു,
ഇപ്പോൾ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെയൊക്കെ നല്ല നന്നായിട്ട് പറഞ്ഞാൽ കേൾക്കുമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരു ടീനേജിലേക്ക് കയറിയപ്പോൾ സ്വഭാവം മാറി, ഫ്രണ്ട്ഷിപ്പ് മാറി, തർക്കുത്തരം പറയാൻ തുടങ്ങി, പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഇമോഷണൽ ആവാൻ തുടങ്ങി, ദേഷ്യം വരാൻ തുടങ്ങി, ഒറ്റയ്ക്ക് മുറിയിലിരിക്കാൻ തുടങ്ങി, എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട എന്നുള്ള തരത്തിൽ പേരൻസുമായിട്ടുള്ള കോൺവെർസേഷൻസ് കുറയ്ക്കാൻ തുടങ്ങി. ഇതൊക്കെ പല പേരൻസും പറയുന്ന കംപ്ലൈൻറ്റാണ്. പഠിത്തത്തിലുള്ള താല്പര്യം കുറഞ്ഞു തുടങ്ങി. ഇങ്ങനെയുള്ള പല കംപ്ലൈൻറ്റുകളും അല്ലേ, എല്ലാവരും തല കുലുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ പറഞ്ഞു തുടങ്ങി. നമ്മുടെ കുട്ടി മോശമാവുന്നതുകൊണ്ടാണോ? കുട്ടി മോശമാവുന്നതുകൊണ്ടല്ല. കുട്ടിക്ക് നമ്മളോട് എന്താണ് അവർ ഗോ ത്രൂ ചെയ്യുന്നത് എന്നുള്ളത് പലപ്പോഴും ആ സമയത്ത് പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം അവരുടെ ബ്രെയിനിൽ അത്രയധികം ഡെവലപ്മെന്റ്സ്, ചേഞ്ചസ് നടക്കുന്ന ഒരു പ്രായമാണ്. എന്നാൽ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ഇമോഷണൽ വൊക്കാബുലറി പലപ്പോഴും അവർക്കില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഫോണിന്റെ ബാറ്ററി വിചാരിച്ചു നോക്കൂ. നമ്മുടെയൊക്കെ കയ്യിൽ ഫോണിന്റെ ബാറ്ററി ഉണ്ടല്ലേ, അതിന്റെ ചാർജ് കുറഞ്ഞ് ഒരു 1%, 2% ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യും? നമ്മൾ റീചാർജ് ചെയ്യല്ലേ, നമ്മൾ വീണ്ടും പോയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തിയിടും. അതാണ് നമ്മൾ സാധാരണ ചെയ്യുക. ഇതേപോലെ തന്നെ മനുഷ്യർക്ക് ഒരു ബാറ്ററി ഉണ്ട്. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ടയേർഡ് ആവുന്ന സമയത്ത്, കുട്ടികൾ ടയേർഡായി എന്ന് വിചാരിക്കും, അവർ ഭയങ്കര ഓവർവെൽംഡായി, മടുത്തു, എനിക്ക് വയ്യ, എനിക്കിനി പഠിക്കാൻ വയ്യ, എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. ഇല്ലടാ, നീ വിചാരിച്ചാൽ പറ്റും, നീ കുറച്ചും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നാ പറയാം. പക്ഷെ ആക്ച്വലി അവർക്ക് അവിടെ വേണ്ടത് വീണ്ടും വേണ്ടത് വീണ്ടും ട്രൈ ചെയ്യാനുള്ള പുഷല്ല വേണ്ടത്. അവർക്ക് റീചാർജ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനുമുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് പലപ്പോഴും നമുക്ക് മിസ്സാവുന്നത്. അപ്പം എങ്ങനെ നമ്മൾ ഇവരെ റീചാർജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം? കുട്ടികളുടെ ഇമോഷണൽ ബാറ്ററി എവിടെയൊക്കെയാണ് ലോ ആയി പോകുന്നത് എന്നുള്ളത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര പേരൻസ് ദേഷ്യം വന്നാൽ മാനേജ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്? കുട്ടികൾ പറയോ, നിങ്ങൾക്ക് പേരൻസ് പറഞ്ഞു തന്നിട്ടുണ്ടോ ദേഷ്യം വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യാം, സ്ട്രെസ് വന്നാൽ എന്ത് ചെയ്യാം? എത്ര പേരൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്? കുട്ടികൾ കൈപോക്കോ? നിങ്ങൾക്ക് പേരൻസുമായിട്ട് അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സത്യസന്ധമായിട്ട് പറയോ? അപ്പൊ there comes another question. ഇനി നമുക്ക് എത്ര പേർക്ക് ഇത് അറിയാന്നല്ലേ, അല്ലേ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമുക്കറിയാൻ പാടില്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ ആരോടെങ്കിലും കിടന്ന് സ്ക്രീം ചെയ്യും, അല്ലെങ്കിൽ കൈ കിട്ടുന്ന സാധനം തല്ലിപ്പൊട്ടിക്കും, ഇല്ലെങ്കിൽ എന്നാലും എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് നെഞ്ചത്ത് 2 അടി അടിക്കും, അല്ലെങ്കിൽ തലക്കിട്ടടിക്കും, അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ആക്ച്വലി പ്രോപ്പറായിട്ട് നമ്മുടെ ഇമോഷൻ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയാൻ പാടില്ല. അപ്പൊ പിന്നെ നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ദാറ്റ് ഐ എഗ്രി. പക്ഷെ ടീനേജ് ഫേസിൽ കൂടെ ഗോ ത്രൂ ചെയ്യുന്ന കുട്ടികളോട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ ഇമോഷൻസിനെ കുറിച്ച്, അത് റെഗുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റും അതാണ്, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്നതും മാനേജ് ചെയ്യുന്നതും. ഓക്കെ, എത്ര ഇമോഷൻസ് ഉണ്ട് നമുക്ക്? എണ്ണം അറിയോ? 10, 12, 14? അങ്ങനെയൊന്നല്ല. നമുക്ക് പേരെടുത്ത് പറയാവുന്ന 10-72 ഇമോഷൻസ് ഉണ്ട്. 72 അല്ല, ചിലപ്പോൾ അതിലും മേലെ ഉണ്ടാവാം. നമുക്ക് എപ്പോഴും അറിയുന്നത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. സന്തോഷം, സങ്കടം, പിന്നെന്താ ദേഷ്യം, പിന്നെന്താ വെറുപ്പ്, അല്ലേ? വേറെ വല്ലതും അറിയോ? കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് അതിൽ കൂടുതൽ അറിയാൻ സാധ്യതയുണ്ട്. നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയുന്ന ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുള്ളൂ, അല്ലേ? നമുക്ക് ഡിസപ്പോയിൻമെന്റ് വരാം, നമുക്ക് ആങ്സൈറ്റി വരാം, ഷോക്ക്ഡ് ആവാം, സർപ്രൈസ്ഡ് ആവാം, അല്ലേ? ഭയങ്കര ഗ്രീഫ് വരാം, നാണം വരാം, ഗിൽറ്റ് വരാം, ഷെയിം ഫീൽ ചെയ്യാം, അല്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വലിയ സ്പെക്ട്രം ആണ്, വലിയ ഒരു സ്പെക്ട്രം ഓഫ് ഇമോഷൻസ് നമുക്കൊക്കെ ഫീൽ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷേ നമ്മൾ പൊതുവേ പഠിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണെന്നറിയോ, നമുക്ക് ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ അതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല, അതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. പിന്നെ ഇതൊക്കെയാണ് അത്ര വലിയ കാര്യം. ഞാൻ ഓർക്കും, ഞാൻ കുട്ടിയായിരുന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്മേറ്റ്സ് ബോയ്സ് ഒക്കെ കളിയാക്കുമായിരുന്നു. അപ്പം എൻ്റെ മുടി ഭയങ്കര ചുരുണ്ടിട്ട്, ഇതെന്നല്ല ഞാൻ അയൺ ചെയ്തുകൊണ്ട് നീണ്ടു കിടക്കുന്നുണ്ട്, അത് കുളിച്ചാൽ തിരിച്ചാവും.
പക്ഷെ ഭയങ്കര ചുരുണ്ടിട്ടുള്ള കേളി ഹെയർ ആയിരുന്നു, അല്ലെങ്കിൽ കേളി ഹെയർ ആണ് എൻ്റെ ഹെയർ. അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ബോയ്സിന് ഇതിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നത് അവന്മാർക്ക് വലിയ കൗതുകമുള്ള കാര്യമായിരുന്നു. ചുരുണ്ട മുടിയല്ലേ, അപ്പൊ ഇതിനകത്ത് അവര് മറ്റേ പേപ്പർ ചുരുട്ടി വെക്കുക, പെൻസിൽ കൊണ്ട് കുത്തി വെക്കുക, ഇങ്ങനെയൊക്കെ പറയും. എന്നിട്ട് അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്താണ് നെയിം കോൾ ചെയ്യും, എന്തെങ്കിലുമൊക്കെ പേര് വിളിച്ചിട്ട് അവർ കളിയാക്കും. ഞാനെങ്ങനെ വീട്ടിൽ ചെല്ലുന്നതെന്നറിയോ? ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കരഞ്ഞിട്ടായിരിക്കും വീട്ടിൽ ചെല്ലുക. ഇന്ന് എന്നെ കളിയാക്കി, എന്നെ ഇങ്ങനത്തെ പേര് വിളിച്ചു, എന്നെ കാപ്പിരി തലച്ചി എന്നൊക്കെ ആയിരുന്നു വിളിക്കുക. അപ്പൊ ഇങ്ങനത്തെ പല പേര് എന്നെ വിളിച്ചു, എനിക്ക് നാണക്കേടായെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ ചെല്ലുക. വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ എന്താ പറയുന്നറിയോ? എല്ലാവരും കളിയാക്കുന്ന വേണ്ടിട്ട് കരഞ്ഞോണ്ട് വന്നിരിക്കാം. അപ്പൊ എനിക്ക് എന്താ മനസ്സിലാവുന്നത്? അങ്ങനെ കരഞ്ഞോണ്ട് വരുന്നത് മോശമാണ് അല്ലേ? അപ്പൊ എന്നെ കളിയാക്കി എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. എന്നെ കളിയാക്കി എനിക്ക് വിഷമം വന്നു എന്നുള്ളത് ആരും അഡ്രസ് ചെയ്യുന്നില്ല. അവിടെ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് എന്താ? ആരെങ്കിലും ഒന്ന് കളിയാക്കിയപ്പോഴേക്കും കരഞ്ഞോണ്ട് വന്നിരിക്കുക, അതിനാണ് ഹൈലൈറ്റ് കിട്ടിയത്. അപ്പോ എൻ്റെ ഉള്ളിലെ കുട്ടി ആ സമയത്ത്, അല്ലെങ്കിൽ ആ കുട്ടി എന്താ മനസ്സിലാക്കിയത്? അപ്പോൾ കരഞ്ഞോണ്ട് വരുന്ന ഒരു പ്രശ്നം വരുമ്പോൾ ആരോടെങ്കിലും കരഞ്ഞോണ്ട് പോയി പറയുന്നത് അത്ര നല്ല കാര്യമല്ല. പകരം എന്ത് ചെയ്യണം? ഞാനത് സപ്രസ് ചെയ്യണം, എന്നിട്ട് ഞാൻ ധൈര്യമുള്ളതായിട്ട് അഭിനയിക്കണം. അപ്പൊ ഞാൻ എൻ്റെ ഇമോഷനെ ഞാൻ അഡ്രസ്സ് ചെയ്യാതിരിക്കല്ലേ. അപ്പൊ ഞങ്ങളുടെ ഒരു ജനറേഷൻ, അല്ലെങ്കിൽ നമ്മൾ മില്ലേനിയൽ പേരൻസിന്റെ ജനറേഷൻ നമ്മളോട് എപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം ഇതായിരുന്നു: നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യരുത്. ദേഷ്യം വന്നാൽ എന്ത് ചെയ്യണം? കടിച്ചു പിടിക്കണം. ദേഷ്യം വന്നാൽ നമ്മൾ ആരോടും അത് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. സങ്കടം വന്നാൽ നമ്മൾ അങ്ങനെ ആരോടും പറയാൻ പാടില്ല. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിവതും മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല. ഇങ്ങനെ സപ്രസ് ചെയ്ത് അത് പോട്ടെ, ഇനി ഭയങ്കര സന്തോഷം വന്നാലോ? അപ്പോഴും പറയും അത്രയ്ക്ക് എന്നെ സന്തോഷിക്കണ്ട, ഒരു സന്തോഷത്തിനൊരു സങ്കടം ഉണ്ട് അല്ലേ? ഫ്രീ ആയിട്ട് സന്തോഷിക്കാൻ പോലും സമ്മതിക്കില്ല. നിങ്ങൾക്ക് ഇപ്പോഴും അങ്ങനെ ഒരു തോന്നൽ വരാറില്ലേ? ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വെറുതെ ഒരു ആന്തൽ വരുന്ന ആൾക്കാരില്ലേ, ഇത്രയും ഞാനങ്ങ് സന്തോഷിച്ച ഇനി ഉടനെ എനിക്കൊരു പണി വരുമെന്ന് അല്ലേ? അത് ആക്ച്വലി അങ്ങനെ ആയിട്ടല്ല, നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നതാണ്, നമ്മുടെ ബ്രെയിനിനെ കണ്ടീഷൻ ചെയ്യുന്ന. പക്ഷെ മൾട്ടിപ്പിൾ ടൈംസ് ഇതേ സംഭവം നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ ശരിക്കും വിചാരിക്കും, ശരിക്കും ഞാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടനെ ഒരു പ്രശ്നം വരുമായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇതുപോലെ ഇമോഷനെ മനസ്സിലാക്കാൻ പഠിപ്പിക്കാത്ത ഒരു ജനറേഷൻ ആയിരുന്നു നമ്മുടെ ജനറേഷൻ, അല്ലെങ്കിൽ ഇതിന്റെ മുന്നത്തെ ജനറേഷൻ. അവരുടെ ഒക്കെ ഒരു സ്ഥിരം പരിപാടി ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികളെ നിങ്ങളോട് ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ പറഞ്ഞു തരാനുള്ള സ്കിൽ സെറ്റ് ഞങ്ങൾക്ക് കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇമോഷൻസിനെ കുറിച്ച് കുറച്ചും കൂടെ അവെയർ ആയിട്ടുള്ള ഒരു ജനറേഷനാണ് ജെൻ സീസ് ആയാലും ജെൻ ആൽഫാസ് ആണെങ്കിലും ഇനി വരാൻ പോകുന്ന ജനറേഷൻ ആണെങ്കിലും കുറച്ചും കൂടെ ഒക്കെ ഇമോഷണൽ അവെയർനെസ് കൂടുതലുള്ള ജനറേഷനാണ്. അപ്പൊ അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം അവരുടെ ഇമോഷൻ വന്നു കഴിഞ്ഞാൽ അത് ഓക്കെ ആണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. യുവർ ഇമോഷൻസ് ആർ ഓക്കെ. മനുഷ്യനാണെങ്കിൽ ഇമോഷൻ ഉണ്ടാവും, എല്ലാ ഇമോഷനും ഉണ്ടാവും, അത് ഓക്കെ ആണ്. ഒരു ഇമോഷൻ ഉണ്ടായി എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾ നാണം വിചാരിക്കേണ്ട കാര്യമില്ല. എന്നാലും എനിക്ക് അങ്ങനെ തോന്നിയല്ലോ, ഇല്ല, ഇറ്റ്സ് ഓക്കെ. ഇമോഷൻസ് ആർ ഓക്കെ. ഇമോഷൻസ് വരും, പക്ഷേ ഇമോഷൻസ് വരുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യല്ല വേണ്ടത്, നമ്മൾ ഇമോഷൻസിനെ സപ്രസ് ചെയ്യല്ലത് വേണ്ടത്, ഇമോഷൻസിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് പോവല്ല വേണ്ടത്. എന്താ വേണ്ടത്? ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യണം. എങ്ങനെയാ റെഗുലേറ്റ് ചെയ്യുന്നത്? എന്താ എനിക്ക് സംഭവിച്ചത്, എന്താണ് എനിക്കൊരു ട്രിഗർ ഉണ്ടാക്കിയത്, ആൻഡ് എങ്ങനെയാണ് എനിക്ക് ബോധത്തിൽ നിന്നുകൊണ്ട് കോൺഷ്യസ് ആയിക്കൊണ്ട് എനിക്ക് ഈ സാഹചര്യത്തിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അങ്ങനെ ആലോചിക്കാൻ പറ്റുന്ന, ആലോചിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം. ഓക്കെ, നമുക്കിപ്പോൾ റോഡിൽ ഇപ്പോൾ വണ്ടി തമ്മിൽ തട്ടി അല്ലെ, നമ്മൾ സ്വാഭാവികം എപ്പോഴും നമ്മൾ റോഡിൽ കാണുന്നതാണ്. രണ്ട് വണ്ടി തമ്മിൽ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ തരത്തിൽ പ്രതികരിക്കാം? പുറത്തിറങ്ങിയിട്ട് മറ്റേ വണ്ടിയിലിരുന്ന ആളെ വലിച്ച് ചടിച്ചിട്ട് ഒരെണ്ണം കൊടുത്തിട്ട് എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിക്കാം അല്ലേ? അത് എങ്ങനത്തെ റെസ്പോൺസാ? അത് റെഗുലേറ്റഡ് റെസ്പോൺസ് ആണോ? ആണോ? വിദേശത്ത് ജീവിക്കുന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും അവിടെ നമ്മൾ എന്താ ചെയ്യുക? കാറ് സൈഡിലേക്ക് ഒതുക്കിയിട്ടിട്ട്, അതും ഒതുക്കി നിർത്തേണ്ട ലൈനിൽ കറക്റ്റ് ആയിട്ട് നിർത്തിയിട്ട് ഹസാർഡ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? പോലീസിനെ വിളിക്കും അല്ലേ? അതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. അത് എന്ത് റെസ്പോൺസാ? അത് കോൺഷ്യസ് ആയിട്ടുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസാ. എല്ലാ കാര്യത്തിലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെ? നമുക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒക്കെ നമുക്ക് റെഗുലേറ്റഡ് ആയിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളെല്ലാ മനുഷ്യർക്കും ഉണ്ട്.
പക്ഷെ പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഈ സ്കിൽ സെറ്റ് ടീനേജിലായിരിക്കുമ്പോൾ ഇവർക്ക് ഒരു ഇച്ചിരി കുറവായിരിക്കും. കാര്യം എന്താ, അവരുടെ ഇമോഷണൽ ബ്രെയിൻ ഡെവലപ്പ് ആയി വരുന്നേ ഉള്ളൂ, കുറച്ചും കൂടെ സമയമെടുക്കും. അപ്പോൾ അതുവരെ അവർക്ക് ആ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ നിൽക്കേണ്ടത്, ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ റോൾ മോഡൽ ആവുക എന്നുള്ളതാണ്. അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോൾ അമ്മ വായിൽ വരുന്നൊക്കെ വിളിച്ചു പറയും. എന്നിട്ട് കുട്ടി എങ്ങനെ വിളിച്ചു പറഞ്ഞു തുടങ്ങും, പറയും എടാ എനിക്ക് ഇത്ര പ്രായമുണ്ട്, അപ്പൊ എനിക്ക് എങ്ങനെ പറയാൻ, പക്ഷെ നീ എങ്ങനെ പറയാൻ പാടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിച്ചു തരുമോ? ഇല്ല. പലപ്പോഴും പേരന്റിങ്ങിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കുള്ള ഫ്ലോസ് എന്തൊക്കെയാണെന്നുള്ളത്, അല്ലെ? കുട്ടികൾ തീരെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ വീട്ടിൽ ആവശ്യമില്ലാത്തൊരു വാക്ക് പോലും പറയില്ല. എന്തുകൊണ്ടാ പറയില്ലാത്ത? നമ്മുടെ വായിൽ നിന്ന് വല്ലതും വീട് പോയി കഴിഞ്ഞാൽ ഈ ചെറുത് ഇത് പഠിച്ചു വെച്ചിട്ട് 4 ആളുള്ള സദസ്സിൽ തന്നെ ചെന്നിട്ട് പറയും, അല്ലെ? ശ്രദ്ധിച്ചിട്ടില്ലേ? ഇവർക്ക് അറിയാം ഇതൊരു മോശം വേർഡാണെന്നുള്ളത്. നമ്മുടെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ ഇവർ പിടിക്കും, അവരത് മനസ്സിലാക്കും. ഇവർ എവിടെ വെച്ച് നാണം കെടുത്താവോ ആ സ്പോട്ടിൽ തന്നെ പോയിട്ട് 4 ആൾ കേൾക്കിട്ട് ട്രൈ ഔട്ട് ചെയ്യും. കാരണം അപ്പൊ തന്നെ ഇവർക്ക് അറിയാം, അത്ര അറ്റൻഷൻ വരും അവരുടെ മേലേക്ക്. അയ്യോ എന്നാലും കൊച്ചു പട്ടീന്ന് വിളിച്ചു, കൊച്ചങ്ങനെ പറഞ്ഞു, ഇതൊക്കെ എവിടെ കേട്ട് പഠിക്കുന്നതാണല്ലോ. അപ്പൊ നമ്മൾ തന്നെ അറിയാതെ വായിന്ന് വരികയും ചെയ്തു, ഈ കുരുപ്പിതൊന്ന് പറയുകയും ചെയ്തു എന്നുള്ള അവസ്ഥയിൽ നമ്മൾ പെട്ടുപോകാറുണ്ട്. അപ്പൊ കുട്ടികൾ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. അവർ മോശം കാര്യം മാത്രമല്ല ഒബ്സർവ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന എല്ലാ ബിഹേവിയറും അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അച്ഛനും അമ്മയും ദേഷ്യം വരുമ്പോ എന്താ ചെയ്യുന്നത്? അവർ എത്ര റെസ്പെക്റ്റോടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു വഴക്ക് ഉണ്ടായിന്നിരിക്കട്ടെ, വഴക്ക് കഴിഞ്ഞിട്ട് അവരെങ്ങനെയാണ് ഇത് റിസോൾവ് ചെയ്യുന്നത്? അവർ പരസ്പരം എത്ര ബഹുമാനത്തോടെ സംസാരിക്കുന്നത്? ഇതൊക്കെ കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് അവരവരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനുള്ള ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പേരൻസ് അല്ലേ, നമ്മളിങ്ങനെ പലതും ചെയ്യേണ്ടതായിരിക്കും, നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ, ഇതൊന്നും അറിയിക്കാതല്ലേ നമ്മൾ ഇവരെ വളർത്തുന്നത്, എന്നിട്ട് എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല, എൻ്റെ അവസ്ഥ എൻ്റെ കുട്ടി മനസ്സിലാക്കിയില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പല കാര്യത്തിലും അവർക്ക് മോഡൽ ആവാറില്ല. നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് വളർന്നോളും എന്ന് വിചാരിച്ച് അവരുടെ ആ ഒരു സ്പേസിൽ നിന്ന് പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്ത് മാറാറുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾക്ക് തോന്നും ഇവരോട് ഞാൻ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ പറയുന്നൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതെന്തുകൊണ്ടാണ്? നമ്മൾ പലപ്പോഴും ഇവർ വന്ന് പറയുന്ന കാര്യങ്ങളെ ക്യാൻസൽ ചെയ്ത് കളയുന്നതുകൊണ്ടാണ്, അല്ലേ? നമ്മൾ പേരന്റിങ്ങിൽ കുറേ ബിഹേവിയേഴ്സിനെ കുറിച്ച് പറയാറുണ്ട്. അതായത് പേരൻസ് ഒരു പ്രശ്നം വരുമ്പോൾ കുട്ടികളോട് ബിഹേവ് ചെയ്യുന്ന രീതി. ഓക്കെ, ഈ രീതികൾ പറയുമ്പോൾ നിങ്ങളുടെ പേരന്റ് എങ്ങനെയാണെന്ന് നിങ്ങൾ പറയുമോ? അല്ല, വേണ്ട, നിങ്ങൾ സ്വയം പേരൻസ് അഡ്മിറ്റ് ചെയ്താലും മതി. ഓക്കെ, അതിൽ ഒന്നാമത്തെ രീതി പ്രീച്ചിങ് ആണ്. അതായത് കുട്ടി ഒരു പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു പ്രശ്നം പറ്റി, കുട്ടി അതിനെക്കുറിച്ച് വന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉപദേശിക്കാൻ തുടങ്ങും. എങ്ങനെ ഉപദേശിക്കാം? അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു ഇതിങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ എന്നുള്ളത്. ഞാൻ അന്ന് പറഞ്ഞിരുന്നത് കേട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇത് വരികയായിരുന്നു, അന്ന് മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചാൽ മതിയായിരുന്നില്ല, അവൻ്റെ കൂടെ കൂട്ടുകൂടാൻ പോകണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ എല്ലാ എക്സ്പെക്ടേഷൻസും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്നുള്ള തരത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപദേശിച്ച് അങ്ങോട്ട് നിറയ്ക്കും. അത് ചിലരുടെ ഒരു പേരന്റിങ് രീതി അങ്ങനെയാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ടോ? നമ്മൾ പറയണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അറിയാതെ ഉപദേശിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി വേറൊരു തരത്തിലുള്ള ആൾക്കാരുണ്ട്, കുട്ടി ഒരു പ്രശ്നം എന്ന് പറഞ്ഞ ഉടനെ പ്രശ്നമായോ, ഓക്കെ നമുക്കത് ഫിക്സ് ചെയ്യാം. അതായത് അവർ കയറിയിട്ട് ഫിക്സ് ചെയ്യാൻ പോവും. ഫ്രണ്ട്സുമായിട്ട് വഴക്കാണോ, വാ നമുക്ക് ചോദിക്കാൻ പോവാം. സ്കൂളിൽ പ്രശ്നമാണോ, വാ ഞാൻ ഇടപെടാം. മാത്സിന്റെ ഹോംവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ, വാ ഞാൻ ചെയ്തു തരാം, അല്ലേ? അങ്ങനെ സൊല്യൂഷൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കുന്ന പേരൻസ് ഉണ്ട്. നിങ്ങളുടെ പേരൻസ് അങ്ങനത്തെ പേരൻസ് ആണോ? അവർ ഇമ്മീഡിയറ്റ്ലി വന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യോ? എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത്. പാവം എൻ്റെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കയറിപ്പോയി ചെയ്ത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി വേറൊരു ടൈപ്പ് പേരന്റിങ് ഉണ്ട്, അത് പറയും എന്തെങ്കിലും കാണിക്കട്ടെ എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ വിചാരിക്കുന്ന പേരൻസ് ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്ട് ചെയ്യുന്ന പേരന്റിങ്, അങ്ങനത്തെ പേരൻസ് ഉണ്ട് കേട്ടോ. എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, പഠിച്ചോ, നിനക്ക് വേണമെങ്കിൽ നീ പഠിക്കുക, നിനക്ക് തിന്നണമെങ്കിൽ നീ തിന്ന്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന പേരൻസ് ഉണ്ട്. അതൊരു റൈറ്റ് പേരന്റിങ് മെത്തേഡായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആക്ച്വലി കുട്ടി ശരിക്കും ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ ഏറ്റവും ഹെൽത്തി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയോ? ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ പഠനങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് അവർക്ക് ഫ്യൂച്ചറിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് അവരെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്
അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കലാണ്. എന്താ വേണ്ടതെന്ന് എങ്ങനെ ചോദിക്കാം? കുട്ടി ഒരു പ്രശ്നം വന്ന് പറയുന്നു. ആ സമയത്ത് ഓക്കെ, എനിക്ക് മനസ്സിലായി നീ പ്രശ്നത്തിലാണെന്നുള്ളത്, മോന് അല്ലെങ്കിൽ മോൾക്ക് അതിൽ വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നീ എക്സ്പെക്ട് ചെയ്യുന്നത്, അമ്മയ്ക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ അച്ഛൻ എന്താ ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കുട്ടി ആലോചിക്കും. ചിലപ്പോൾ കുട്ടി തന്നെ പറയും കുഴപ്പമൊന്നുമില്ല, ഞാനത് മാനേജ് ചെയ്തോളാം, ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയും അല്ലേ. ചിലപ്പോൾ കുട്ടികൾ ചോദിക്കും എനിക്ക് ഇങ്ങനൊരു കാര്യം ഇത്ര ഒന്ന് ചെയ്തു തരുവാണെങ്കിൽ ചിലപ്പോൾ ബാക്കി ഞാൻ ഓക്കെ ആക്കിക്കോളാം എന്ന് പറയും. അപ്പൊ നമ്മൾ അവർക്ക് ആലോചിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്, എന്താണ് അവർക്ക് വേണ്ട സൊല്യൂഷൻ എന്നുള്ളത്. എപ്പോഴും നമ്മൾ അവർക്ക് സൊല്യൂഷൻ കൊടുത്തോണ്ട് നമുക്ക് എന്തായാലും ഇരിക്കാൻ പറ്റില്ല അല്ലേ. ഇവർ ഒറ്റയ്ക്ക് വളരണ്ടേ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവരല്ലേ. നമുക്ക് പേരന്റിങ് നിർത്തിയിട്ട് ഒരു സമയത്ത് ഈ പേരന്റിങ് അവസാനിപ്പിച്ച് നമ്മുടെ കാര്യം നോക്കണ്ടേ, വേണ്ടേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ഇന്റർവ്യൂവിൽ പറയണ്ടേ, ഈ പേരന്റിങ് എന്ന് പറയുന്നത് ഒരു സമയത്ത് നമ്മൾ അവസാനിപ്പിക്കേണ്ട പരിപാടിയാണ്. അത് ഏത് സമയത്താ? അതിനൊരു പ്രായമുണ്ടോ? പേരന്റിങ് അവസാനിപ്പിക്കേണ്ട പ്രായമുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മളെപ്പോഴും പേരന്റ് ചെയ്തുകൊണ്ടിരിക്കണോ? വേണോ? മനുഷ്യരെ പേരന്റ്, യുവർ ഓൾവേസ് എ പേരന്റ് ആണ് സംഭവം. ശരിയാണ്, നമ്മുടെ ഉള്ളിൽ അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങളൊക്കെ എത്ര വലുതായാലും നമുക്ക് കുഞ്ഞായിട്ടൊക്കെ തന്നെ ഫീൽ ചെയ്യും, സംഭവമൊക്കെ ശരിയാ. പക്ഷെ ഈ പേരന്റിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്ന് നമ്മളൊന്ന് മാറി നിൽക്കുന്ന ഒരു സ്റ്റേജ് വരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഇവരെ ഒറ്റയ്ക്ക് വളരാൻ വേണ്ടിയിട്ടും പ്രാപ്തരാക്കാനല്ലേ, നമ്മളില്ലാത്ത കാലത്തും ജീവിക്കാൻ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കുട്ടികളെ വളർത്തുന്നത് അല്ലേ. നമ്മൾ ഫോറെവർ അവരുടെ കൂടെ ഉണ്ടാവില്ല. അപ്പൊ അവരൊറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഭൂമിയിൽ അവർ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മള് കൈ പിടിച്ച് എത്ര നാൾ നടത്തി, എപ്പോഴാ കൈവിടല് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏത് ദിവസമാണ് ഞാൻ എൻ്റെ കുട്ടിയുടെ കൈ പിടിച്ച് നടത്തുന്നത് കംപ്ലീറ്റ് നിർത്തിയെന്ന്? അങ്ങനെ ഒരു ഡേ ഉണ്ടോ? ഇല്ല അല്ലേ. വാരി കൊടുക്കുന്നത് എന്നാ കംപ്ലീറ്റ് നിർത്തിയത് ഓർമ്മയുണ്ടോ? പക്ഷെ അത് നിർത്തിയില്ലേ അല്ലേ. കൂടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ എഴുതിപ്പിക്കുന്നത്, കൈ പിടിച്ച് എഴുതിപ്പിക്കുന്നത് നമ്മൾ നിർത്തിയ ഒരു ദിവസമുണ്ട്. പക്ഷെ നമുക്കത് ഓർമ്മയുണ്ടാവില്ല അല്ലേ. ഇതുപോലെ സ്ലോലി ഗ്രാജുവലി വൺസ് ദേ ആർ പ്രിപ്പയർഡ് നമ്മൾ ആ പ്രോസസ്സ് ചെയ്ത് പതുക്കെ ഇറങ്ങുന്ന ഒരു പരിപാടിയാണ് ഈ പേരന്റിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ റോൾ എന്താ? ഒരാവശ്യമുണ്ടോ? ഞാനിവിടെ ഉണ്ട്, സപ്പോർട്ട് തരാൻ ഞാനിവിടെ ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും വരാം, എൻ്റെ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഒരു മുതിർന്ന അഡൾട്ടായിട്ട് ഞാനിവിടെ ഉണ്ടാവും. പക്ഷെ യു ഗോ ഫിഗർ ഔട്ട് യുവർ ലൈഫ് എന്ന് നമുക്ക് പറയാൻ പറ്റണം അല്ലേ. അതിലേക്ക് അവരെ എക്യുപ്ഡ് ആക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും അവർക്ക് സൊല്യൂഷൻസ് കൊടുത്തോണ്ടിരുന്നാൽ ശരിയാവില്ല. അവരുടെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന ആ സ്പേസിലേക്ക് എത്തിക്കലാണ് ഒരു പേരന്റിന്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കാൻ, ഒറ്റയ്ക്ക് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ, സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ, റിസ്ക് അനലൈസ് ചെയ്യാൻ, ഡിസിഷൻ എടുക്കാൻ ഒക്കെ പഠിപ്പിക്കലാണ് പേരന്റിങ്. ഡിസിഷൻ എടുക്കാൻ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് കുട്ടികൾ എല്ലാ കാര്യത്തിനും നമ്മളോട് വന്ന് അഭിപ്രായം ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. ഇത് ഞാൻ അത് ചെയ്യണോ, ഇത് ചെയ്യണോ അല്ലേ. എല്ലാത്തിനും ഉത്തരം പറഞ്ഞു കൊടുക്കുന്നവരാണോ നമ്മള്? പക്ഷെ ചില പേരൻസ് ഉണ്ട്, അവർക്ക് എല്ലാ കാര്യങ്ങളിലും അവർ കുട്ടികൾക്ക് വേണ്ടി ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾ അങ്ങനത്തെ ഒരു പേരന്റ് ആണോ? അങ്ങനത്തെ പേരൻസ് ഉണ്ടോ ഈ കൂടുതലാണ്? ഉണ്ടെങ്കിലും ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അതിനോ നമ്മൾ ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവും. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഡിസിഷൻസ് എടുത്തോണ്ടിരിക്കും. അതിപ്പോ കരിയർ ആയിക്കോട്ടെ, എന്ത് കാര്യത്തിലാണെങ്കിലും. അതിപ്പോ അങ്ങ് വളർന്ന പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ എടുത്തു തരാൻ നിനക്ക് വേണ്ടി ഡിസിഷൻ എന്ന് പറയാനുള്ളൊരു ഏർജ് കൂടുതലായിട്ട് നമ്മൾ പേരൻസ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ നാളെ ഒരു സമയത്ത് ലൈഫിൽ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഇവർക്ക് ആ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറയുന്ന സംഭവം ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് ഈ കൈവിട്ട് കുറേശ്ശെ കൈ അയച്ചയച്ച് ഒരു ദിവസം വിടുന്നത് പോലെ ചെറിയ ഡിസിഷൻസ് എടുപ്പിച്ച് ചെറിയ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് പൂർണ്ണമായിട്ടും അവരെ എക്യുപ്ഡ് ആക്കുക എന്ന് പറയുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആസ് പേരൻസ് നമുക്കുണ്ട്. അപ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് നമ്മൾ അവരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക എന്ന് പറയുന്നതും അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നതും. ഡു യു എഗ്രി ചെയ്യുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ,
ഞാൻ നിങ്ങൾ പ്രവാസികളായതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അല്ലെ നമ്മുടെ നാട്ടിലെ അറ്റ്മോസ്ഫിയറിൽ നിന്നൊക്കെ മാറി നമ്മൾ വേറെ തന്നെ ഒരു എൻവയോൺമെന്റിലാണ് കുട്ടികളെ വളർത്തുന്നത്. കുറച്ചും കൂടെ ഫെസിലിറ്റീസ് ഉള്ള അല്ലെ, ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്. കൾച്ചറൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും അവർ വളരുന്നത്. അവർ ഗ്ലോബലി എക്സ്പോഷർ കിട്ടുന്ന കുട്ടികളായിട്ടായിരിക്കും വളരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വാല്യൂസിൽ നല്ല വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അല്ലേ? നിങ്ങൾ അങ്ങനെ ഫേസ് ചെയ്യാറുണ്ടോ? നമ്മൾ ജനിച്ചു വളർന്ന നമ്മൾ ശരിയെന്ന് വിശ്വസിക്കുന്ന വാല്യൂ സിസ്റ്റം തന്നെ ആയിക്കൊള്ളുന്നില്ല കുട്ടികൾ ചിന്തിക്കുന്ന വിശ്വസിക്കുന്ന കാര്യങ്ങൾ. അവർ പലതിനെയും വേറൊരു തരത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും പ്രത്യേകിച്ച് പ്രവാസികൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾ കുറച്ചും കൂടെ ഗ്ലോബൽ പെർസ്പെക്റ്റീവ് കണ്ടിട്ടാണ് വളരുന്നത്. അപ്പൊ അവർ പറയും ലോകത്തെല്ലായിടത്തും ഇങ്ങനെയല്ലേ, അപ്പൊ അതല്ലേ ശരി എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ദർ ഈസ് എ കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. എല്ലാ ജനറേഷനും അതിന് മുന്നത്തെ ജനറേഷനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ പ്രതികരിക്കാം. ഒന്നുകിൽ ഡിഫൻസിൽ കയറാം അല്ലേ, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻസ് വീടിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ദിസ് ഇസ് വെരി വെരി ക്രൂഷ്യൽ. കുട്ടികളുമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. എന്താണ് നിന്റെ അഭിപ്രായം? മോൻ എന്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ മോൾ എന്താണ് അതിനെക്കുറിച്ച് കരുതുന്നത്? മോൾക്ക് എവിടെ നിന്ന് അത്തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടിയത്? നീ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ആൻഡ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെയാണ്. ചിലപ്പോൾ അത് വ്യത്യാസം ഉണ്ടാവാം, മാറ്റം ഉണ്ടാവാം. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആ ഡിസ്കഷനുള്ള സ്പേസ് നമ്മുടെ വീട്ടിൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അടുത്ത് നിന്ന് ആ സ്പേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് അത് നമ്മൾ ഒരിക്കലും അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, നമ്മൾ അവരുടെ പെർസ്പെക്റ്റീവ് കേൾക്കാൻ തന്നെ നമ്മൾ ഇരുന്ന് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ ആരോട് പോയി പറയും? ചിലപ്പോൾ അവർ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് അവർ വിശ്വസിക്കാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവുന്നില്ല എന്നുള്ളത് അവർ കൺക്ലൂഡ് ചെയ്തേക്കാം. അപ്പോൾ അതും വളരെ ക്രൂഷ്യലാണ്. നമ്മുടെ വീട്ടിൽ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷനുള്ള സ്പേസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, എല്ലാ വീട്ടിലും ഗാഡ്ജറ്റ്സ് ഇല്ലാത്ത കുറച്ച് സമയങ്ങൾ കിട്ടാറുണ്ടോ പേരൻസിന്റെ കൂടെ കുട്ടികൾക്ക്? ഇത് കുട്ടികളോടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ വീട്ടില് അച്ഛനും അമ്മയൊന്നും ഫോണൊന്നും കയ്യിലെടുക്കാത്ത, ടി വി കാണാത്ത, എക്സ്ക്ലൂസീവ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാമിലി ടൈം കിട്ടാറുണ്ടോ? ഉണ്ടെങ്കിൽ കൈപൊക്കോ. പിള്ളേരെ പിച്ച് കൈപൊക്കിക്കരുത് കേട്ടോ, അല്ലേ? അങ്ങനെ കുറച്ചു പേർക്കൊക്കെ കിട്ടാറുണ്ട്. ഇനി അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മക്കളെ, നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ ചെന്നിട്ട് പറയണം, ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് എന്തായാലും വേണം ഫാമിലി ടൈം. അച്ഛന് തിരക്കുണ്ടായിരിക്കും, അമ്മയ്ക്ക് തിരക്കുണ്ടായിരിക്കും, അവർക്ക് ഓഫീസിലെ കാര്യം ഉണ്ടായിരിക്കും, വീട്ടിൽ വന്നാലും തീരാത്ത ഓഫീസ് ജോലികളാണ് ഇപ്പോഴത്തെ ജനറേഷൻ. ഞങ്ങളുടെ ഗതികേടാണ്. പക്ഷെ എന്നാലും ഞങ്ങൾക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞങ്ങൾ എന്താ പിന്നെ 2 റീല് കണ്ടേക്കാന്ന് വിചാരിച്ച് റീല് കാണുന്ന സമയത്താണ് കൊച്ചു സ്കൂളിൽ എനിക്ക് വലിയൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ അവൾ ഇതൊന്ന് കയ്യടൊന്ന് പോയി അവിടെ നിന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളും കോൺഷ്യസ് ആവണം. കുട്ടികൾക്ക് വേണ്ടൊരു കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് അത് ഡിമാൻഡ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. എൻ്റെ മോൾ എന്നോട് പറയാറുണ്ട്, അമ്മ എനിക്ക് ഫുൾ അറ്റൻഷൻ തരാണെന്നുണ്ടെങ്കിൽ മാത്രം അമ്മ എന്നോട് സംസാരിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. കാരണം ചില സമയത്ത് ഇവള് പറയുമ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഞാൻ കേട്ടു എന്ന് പറയും. വളരെ ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞു ഒന്ന് റിപ്പീറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സോറി നീ ഒന്നുകൂടെ പറയുമോ എന്ന് ചോദിക്കും. അല്ലേ? നിങ്ങൾക്ക് പേരൻസിന് പലർക്കും കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പാസീവ് അറ്റൻഷൻ കൊടുക്കാൻ നമ്മൾ ഭയങ്കര മിടുക്കരാ. നമ്മൾ ഒരു കാര്യം ചെയ്തോണ്ട് പറഞ്ഞോ കേൾക്കുന്നുണ്ട് എന്ന് പറയും. പക്ഷെ നമ്മൾ പകുതി കേൾക്കണ്ടാവില്ല. പക്ഷെ കുട്ടികൾക്ക് ഫുൾ അറ്റൻഷൻ, ആക്റ്റീവ് ലിസണിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. കുട്ടി ഒരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്കിത് മനസ്സിലായി, ഞാനിത് ഫുള്ളി നിന്നെ കേൾക്കാൻ എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട് എന്ന് കുട്ടിയോട് പറയുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ക്രൂഷ്യലാണ് പേരൻറ്റിങ്ങിൽ. എങ്കിലാണ് അവർക്ക് കണക്ട് ഫീൽ ചെയ്യുള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാൻ വന്നപ്പോൾ എൻ്റെ അമ്മ ഫോൺ മാറ്റി വെച്ചിട്ട്, ഫോൺ ഭയങ്കര പ്രയോറിറ്റി ആണല്ലോ, ഈ ഫോൺ മാറ്റി വെച്ചിട്ട് വന്നിട്ട് എന്താണ് പറയൂ എന്നെ കണ്ണിൽ നോക്കി ചോദിച്ചാൽ ഐ ഫീൽ ദാറ്റ് കണക്ട്. അപ്പം എനിക്ക് തോന്നും പറയാം, എനിക്ക് വില തരുന്നുണ്ട് എന്ന് കുട്ടികൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെ അല്ലാത്തടത്തോളം കാലം അവർക്ക് തോന്നും ഇതാണ് പ്രയോറിറ്റി. ആ ഫോണോ അല്ലെങ്കിൽ അതിലുള്ള ആളുകളോ വേറെ ആരുടെയോ ഒരു മെസ്സേജോ ആണ്
അവർക്ക് പ്രയോറിറ്റി, അല്ലെങ്കിൽ ഓഫീസാണ്, വർക്കാണ് പ്രയോറിറ്റി തോന്നുന്നു. അപ്പോൾ ഇതൊന്നും എല്ലാ സമയത്തും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. പക്ഷെ കുട്ടികൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വരും, അല്ലെന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്. ആ സമയത്ത് മോനെ ഞാൻ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, ഗിവ് മി 5 minutes, എന്നിട്ട് ഞാൻ വന്ന് നീ പറയുന്നത് കേൾക്കാം. പക്ഷെ അവിടെയും വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. 5 minutes അത് ക്ലോസ് ചെയ്തിട്ട് എന്താണ് നിനക്ക് പറയാനുണ്ടായിരുന്നത് എന്നുള്ളത് അന്വേഷിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പുറത്തുനിന്ന് അറിയുമ്പോൾ, ചിലപ്പോൾ സ്കൂളിൽ നിന്ന് അറിയുമ്പോൾ, ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അറിയുമ്പോൾ, വേറെ ഏതെങ്കിലും ഒരു സ്പേസിൽ നിന്ന് അറിയുമ്പോൾ നമ്മൾ പലപ്പോഴും ഷോക്ക്ഡ് ആവും. എൻ്റെ കുട്ടിയുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നോ എന്ന്, ഇതെന്താ ഞാൻ അറിയാത്തതെന്ന്. പല പേരൻസും നമ്മളിത് ഡെയിലി കാണുന്ന കേട്ടോ. ഒരുപാട് പേരൻസ് വന്നിട്ട് പറയാറുണ്ട്, ഇങ്ങനെയാണ് മാം, ഈ കുട്ടി ഇത്രയും നാളിത് നമ്മളോട് ആരോടും പറഞ്ഞില്ല. അപ്പം നമ്മൾ അവരുടെ ഫാമിലി ഡൈനാമിക്സ് അന്വേഷിക്കുമ്പോൾ കുട്ടിക്ക് അത് പറയാൻ പറ്റുന്ന ഒരു സേഫ് സ്പേസ് ആ വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ബേസിക് റീസൺ. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ മോള് പറയുന്നുണ്ടായിരുന്നു, ഇവർക്കൊരു കുഞ്ഞ് ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അത് മറ്റേ പേരൻ്റൽ കൺട്രോളൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ പേരൻസിന് അറിയാം ആരൊക്കെ അത്രയുള്ള ലിമിറ്റഡ് ഫ്രണ്ട്സ് ആണുള്ളത് എന്നൊക്കെ. പക്ഷെ കഴിഞ്ഞ ദിവസം അവള് പറയാം, 2 നൈറ്റ് എല്ലാ സമയത്തും ഒരു കുട്ടി അതിനകത്ത് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവളെന്നോട് പറഞ്ഞത് ഭയങ്കര അനോയിങ് ആണ് അമ്മ. രാവിലെ ഇതെടുത്ത് നോക്കുമ്പോഴേക്കും അവള് 4 മണിക്ക് 5 മണിക്കൊക്കെ, അപ്പൊ അവൾ ഉറങ്ങിയിട്ടില്ല, രാത്രി ഫുള്ള് അവള് ഈ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ ഷീ ഈസ് മെസ്സേജിങ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർക്കുന്നു, അവളുടെ സെയിം ഏജിലുള്ള കുട്ടിയാണ്, അതായത് 12 or 13 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ഈ 2 രാത്രി ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് ആ കുട്ടിയുടെ വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല. അത് സേഫ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹൗ ഡേഞ്ചറസ് ഇസ് ദാറ്റ് അല്ലേ? ഇങ്ങനെയുള്ള ലോൺലി സ്പേസിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ പേരൻസിന്റെ ലിമിറ്റേഷൻസ് കൊണ്ടായിരിക്കും, ചിലപ്പോൾ അവർക്ക് ഫിസിക്കലി അവിടെ ആവാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അവർക്ക് ഉള്ളത് കൊണ്ടായിരിക്കും. ഇപ്പോൾ പല വീടുകളിലും സിംഗിൾ പേരൻസ് ഉള്ള വീടുകളുണ്ട് അല്ലേ, ഡിസ്ഫങ്ഷണൽ ആയിട്ട് ഒരുപാടുള്ള ഫാമിലീസ് ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കുമ്പോഴും അവർക്ക് ആ കുട്ടിയുടെ കൂടെ ആ ഒരു പ്രസൻസ് കൊടുക്കാൻ ഒരു മുതിർന്ന അഡൽട്ടിന് പറ്റാത്തത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതിനെയാണ് സ്ട്രേഞ്ചേഴ്സ് വന്ന് വളരെ ഈസി ആയിട്ട് അവരുടെ സ്പേസിലേക്ക് സ്ട്രേഞ്ചേഴ്സ് കടന്നു കയറുന്നത് അവിടെയാണ്. നമ്മൾ കൊടുക്കാത്ത ഒരു ഇമോഷണൽ സപ്പോർട്ട്, നമ്മൾ കൊടുക്കാത്ത സമയം, നിന്റെ വീട്ടിൽ ആർക്കും സമയമില്ലല്ലേ എങ്കിൽ എന്നോട് പറഞ്ഞോളൂ എന്ന് വന്ന് പറയുന്ന ഒരു സ്ട്രേഞ്ചർ, ചേട്ടനും ചേച്ചിയും അങ്കിളും ആൻറ്റിയും ഒക്കെ വന്ന് അവരുടെ സ്പേസിലേക്ക് കയറുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു റീസൺ നമ്മുടെ കുട്ടിയുടെ ലൈഫിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുട്ടികളത് പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മളതിനെ വളരെ ഈസി ആയിട്ട് ജഡ്ജ് ചെയ്യുന്നതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളെ എപ്പോഴും പറയാം അവൾക്ക് ഡിപ്രഷനാണ്. എനിക്കറിയാം അവൾക്ക് ഒരു ഡിപ്രഷനും ഇല്ല മാം, ഒരു കുഴപ്പമില്ല, അവൾ ചുമ്മാ പറയാം അവൾക്ക് ഡിപ്രഷനാണ്. അപ്പം ഞാൻ പറയാല്ല, ആക്ച്വലി അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. അവൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാണ്? അവൾക്കൊരു പ്രശ്നമില്ല, അവൾക്ക് സ്കൂളിലൊരു പ്രശ്നമില്ല, അവൾക്ക് യാതൊരു പ്രശ്നമില്ല, അവൾക്ക് വേണ്ടതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല അവൾക്ക്. അപ്പം പിന്നെ അവൾ എന്തിനാ ഡിപ്രഷനാന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു, ആക്ച്വലി അത് ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഡിപ്രഷൻ ആയിക്കൊള്ളും തന്നെ ഇല്ല. അതൊരു ക്ലിനിക്കൽ ടേമാണ്. അത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് ഡയഗ്നോസ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഒരു കുട്ടി 10-15 വയസ്സുള്ള ഒരു കുട്ടി എനിക്ക് ഡിപ്രഷൻ ആണെന്ന് പറയുമ്പോൾ നമ്മളിതിനെ ഇഗ്നോർ ചെയ്യണോ അഡ്രസ്സ് ചെയ്യണോ? ആക്ച്വലി ഡിപ്രഷൻ അല്ലെങ്കിൽ പോലും എന്തോ ഒരു ബുദ്ധിമുട്ടിനെ സൂചിപ്പിക്കാനാണല്ലേ കുട്ടി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം നമുക്കത് എടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം തന്നെ അതിനെ ഇൻവാലിഡേറ്റ് ചെയ്യും. അങ്ങനെ ഒരു സാധനമില്ല. പിന്നെ ഈ പ്രായത്തെ പിള്ളേർക്ക് ഡിപ്രഷൻ വരുമോ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഡിപ്രഷൻ വരാമെന്ന്? എത്ര പേര് വിശ്വസിച്ചാൽ പോരാ, ആക്ച്വലി എല്ലാവരും വിശ്വസിക്കണം. ബിക്കോസ് ദാറ്റ്സ് എ ട്രൂത്ത്. ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ കുട്ടികൾക്ക് ഡിപ്രഷൻ വരാട്ടോ. നമ്മൾ വിചാരിക്കുന്ന റീസൺസ് ഒന്നും ആയിക്കൊള്ളുന്നില്ല. കുട്ടികൾക്ക് വരാവുന്ന ഒരു കണ്ടീഷനാണ്, ബയോളജിക്കലി വരാവുന്ന ഒരു കണ്ടീഷനാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഉള്ള ഒരുപാട് കുട്ടികളുണ്ട്. നമ്മൾ വിചാരിക്കും എൻ്റെ കുട്ടി എന്തിനാ ഈ വെപ്രാളം പിടിക്കുന്നത്? വെപ്രാളം, എല്ലാത്തിനും വെപ്രാളം. എക്സാം വരുമ്പോൾ വെപ്രാളം, റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വെറുതെ സ്ട്രെസ്സാണ്. അപ്പം നമ്മളിതൊക്കെ ഇങ്ങനെ പറയുന്നത് വെറുതെ സ്ട്രെസ്സാണ്, വെറുതെ മടിയാണ്, വെറുതെ സങ്കടം പിടിച്ചിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ അതിനെ ലേബൽ ചെയ്യും. പക്ഷെ ഈ സമയത്തും ഇറ്റ് ഇസ് വെരി ക്രൂഷ്യൽ. എൻ്റെ കുട്ടി പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ കുട്ടിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ കൂടിയാണോ കടന്നു പോകുന്നത് എന്നുള്ളത് അഡ്രസ്സ് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര കുട്ടികളാണെന്നറിയോ ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ്
കേസസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുട്ടികൾ അനുഭവിക്കുന്ന മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിൻ്റെ. അപ്പം എൻ്റെ കുട്ടിക്ക് ഒരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ എൻ്റെ കുട്ടിക്ക് ഭ്രാന്താണെന്ന് ആൾക്കാർ പറയുമോ? അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. നമുക്ക് ശരീരത്തിന് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അല്ലേ? അതിൻ്റെ റൈറ്റ് ടൈമിൽ അഡ്രസ്സ് ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ ബ്രെയിനിന് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. അവരുടെ ബ്രെയിനിന് ഇമോഷണലി റെഗുലേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ നെർവസ് സിസ്റ്റത്തിന് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. അതിനെ റൈറ്റ് സമയത്ത് റൈറ്റ് ആയിട്ടുള്ള എക്സ്പേർട്ടിനെ കൊണ്ട് അഡ്രസ്സ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതിയാണ്. ദാറ്റ് ഇസ് വെരി ക്രൂഷ്യൽ. അല്ലാണ്ട് ഇതിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളും, ഇതിനിപ്പം ഞാനിപ്പോൾ അല്ലെങ്കിൽ 2 അടി കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഇന്റർനെറ്റ് അങ്ങോട്ട് കട്ട് ചെയ്താൽ തീരും ഇവൻ്റെ പ്രശ്നം എന്നുള്ള തരത്തിലേക്ക് പ്ലീസ് ഡോണ്ട് ലേബൽ. അങ്ങനെ ലേബൽ ചെറുതാക്കി കളയരുത്. കാരണം വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള പ്രായമാണ്. ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ ആ സമയത്ത് അവരുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കുറവാണ്. ഈ പഠിക്കുന്ന ലോഡ് മാത്രം മതി, പഠിച്ച് തീർന്നില്ലെങ്കിലോ എന്നുള്ളൊരു വെപ്രാളം മാത്രം മതി അവർക്ക് നമ്മൾ വിചാരിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ആൻസൈറ്റി അവർക്ക് ഉണ്ടാക്കാൻ, സ്ട്രെസ് അവരുടെ നെർവസ് സിസ്റ്റത്തിനെ കീഴ്പ്പെടുത്താൻ. അപ്പോൾ അങ്ങനെയുള്ള ഫേസിൽ കൂടെ നമ്മുടെ കുട്ടികൾ പോകുന്നുണ്ടോ എന്നുള്ളത് അത് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതും അതിന് റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് സ്വീകരിക്കുക എന്നുള്ളതും ഇസ് വെരി വെരി ക്രൂഷ്യൽ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് ഇതാണ്. അതൊന്നും കൂടെ നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജീവിച്ച ലോകത്തേ അല്ല അവർ ജീവിക്കുന്നത്, ഒന്നും അതുപോലെ അല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോകത്താണ്. അപ്പോൾ നമുക്ക് പരിചിതമായതൊന്നുമല്ല അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഞങ്ങൾ കടന്നു പോയതാണ് ഏറ്റവും വലുത് അല്ലേ, ഞങ്ങൾ കണ്ടതാണ് ഏറ്റവും കൊഴുത്തത്, ഞാൻ കണ്ട ആനയാണ് ഏറ്റവും വലുതെന്ന് നമുക്ക് ആക്ച്വലി പറയാം. പക്ഷെ അവർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവരെന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് അവർക്ക് വലുതാണ്. അത് ശരിക്കും അവർക്ക് വലുതാണ്. അത് ചിലപ്പോൾ ഒരു എക്സാം ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ പട്ടിണി കിടന്ന് എക്സാം എഴുതാൻ പോയിട്ടുണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ നീ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് നീ എക്സാം എഴുതാൻ പോകുമ്പോഴത്തെ നിന്റെ സ്ട്രെസ് അല്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ അനുഭവിക്കുന്നവർക്ക് അല്ലേ, ഒരാളുടെ അനുഭവത്തെ നമ്മുടെ അനുഭവം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. പേരൻസിന് എപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് കളയും. ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ കഷ്ടപ്പാടുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാ അല്ലേ, നമ്മൾ എപ്പോഴും പറയുന്ന ഡയലോഗ്, എന്തിൻ്റെ കുറവുണ്ടായിട്ടാ കുഞ്ഞ് എല്ലാ ഫെസിലിറ്റിയും ചെയ്തു തരുന്നില്ലേ, വെറുതെ ഇരുന്ന് പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കും. പക്ഷെ എന്നിട്ടും അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഡീപ്പർ ആയിട്ടുള്ള റീസൺസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ട പേരൻസ് ആണ് നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള എംപത്തറ്റിക് ആയിട്ട് കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന പേരൻസ് ആവട്ടെ എല്ലാവരും എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ആൻഡ് കുട്ടികളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മക്കളെ ഞങ്ങൾ വേറെ ജനറേഷനാ, നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അല്ലായിരുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലേ. ഞങ്ങൾക്ക് ഈ AI പോയിട്ട് ഒരു ഫോൺ വരെ ഞങ്ങൾ കണ്ടു തുടങ്ങിയത് ഞങ്ങളുടെയൊക്കെ പലരുടെയും 20s എത്തിയ സമയത്താണ് അല്ലെ. കീപാഡുള്ള ഫോൺ വരെ ഞങ്ങൾ കണ്ടു തുടങ്ങിയത്. അപ്പൊ അതുവരെ ആകെ ഉള്ളതിൽ ദൂരദർശനും ഒരു ലാൻഡ് ലൈൻ ഫോണും മാത്രം കണ്ട് ജീവിച്ച ഞങ്ങളുടെ ലോകം വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഇൻസെക്യൂരിറ്റീസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾക്കുള്ളതുപോലെ അല്ല. അതുകൊണ്ട് പലപ്പോഴും ഞങ്ങളുടെ ആശങ്കകൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇറ്റ് ഡസന്റ് മീൻ ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നല്ല, ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയി പോകുന്നതാണ്. അതുകൊണ്ട് അച്ഛനും അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ചെന്ന് കൺക്ലൂഡ് ചെയ്യരുത് ഇവർക്ക് എന്നോട് സ്നേഹമില്ല, ഇവരെന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. 2 തലമുറകളുടെ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയി പോകുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും ഉണ്ടാവുമോ? ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആദ്യം ആരോടായിരിക്കും പറയാ? ആദ്യം ഹെൽപ്പ് വേണമെങ്കിൽ, എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്കൊരു ഹെൽപ്പ് വേണം എന്ന് പുറത്തൊരാളോട് പറയുന്നതിന് മുന്നേ പേരന്റിനോട് പറയുമോ? ഉറപ്പാണോ? ഓക്കെ. ആൻഡ് എൻ്റെ കുട്ടി അങ്ങനെ ഒരു ഹെൽപ്പ് വന്ന് ചോദിച്ചാൽ അതിനെ ജഡ്ജ് ചെയ്യില്ല, ലേബൽ ചെയ്യില്ല. ആ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന അഡൽട്ടായിട്ട് ഞാൻ ബിഹേവ് ചെയ്യും. അതെൻ്റെ പേരന്റിങ് ഫെയിലിയർ ആയിട്ട് ഞാൻ കാണില്ല അല്ലേ. ഇറ്റ്സ് നോട്ട് എ പേരന്റിങ് ഫെയിലിയർ. നമ്മുടെ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പേരന്റിങ്ങിന്റെ പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് സ്വയം ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്താണെന്നുള്ളത് അന്വേഷിക്കുന്ന അഡൽട്ടായിട്ട് നമുക്ക് മാറാം. വിത്ത് ദാറ്റ് നോട്ട് ഈ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്യാണ്. ആൻഡ് ഇറ്റ്സ് ഓപ്പൺ ഫോർ ക്വസ്റ്റ്യൻസ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ, സ്പെസിഫിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഐ ട്രൈ ടു ആൻസർ ഇൻ മൈ കപ്പാസിറ്റി. ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആണ്? ആണോ? എന്നാ പോട്ടെ.
എനിബഡി? ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്, പേരന്റിങ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് റീച്ച് ഔട്ട് ടു മീ. നമുക്കൊരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഓൺലൈൻ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കുട്ടികളുടെ ചൈൽഡ് കൗൺസിലേഴ്സ് ഉണ്ട്, അതുപോലെ മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൈക്കോളജിക്കൽ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ നിങ്ങളോ കുട്ടികളോ ഫാമിലി കോൺഫ്ലിക്ട്സോ ഒക്കെ ആയിട്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് റീച്ച് ഔട്ട് ടു മീ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള അശ്വതി മാമിന് എക്സാമ്പിൾ ഫാമിലിയുടെ ഒരു ചെറിയ ടോക്ക് ഓഫ് അപ്രീസിയേഷൻ അത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ CEO ആയിട്ടുള്ള പ്ലീസ്.